നമ്മളിപ്പോൾ നിൽക്കുന്നത് ആബൽ റാഫേൽ ജസ്റ്റിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. വരുന്ന തലമുറയിൽ വരുന്ന കാലഘട്ടങ്ങളുടെ ഒരു അതുല്യ പ്രതിഭയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പക്ഷേ അതിനേക്കാളൊക്കെ പ്രതിഭ തെളിയിച്ച നാളെയുടെ ഒരു വാഗ്ദാനം നമുക്ക് പരിചയപ്പെടാം ഈ കുടുംബത്തിനെ. ഈ കഴിഞ്ഞ ഡിസംബർ 14-ാം തീയതി റീജിയണൽ മാത്തമാറ്റിക് ഒളിമ്പ്യാഡ് ആർമോയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ കേരളം, ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്ന് 37 വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാം, ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും 30 വിദ്യാർത്ഥികളാണ് അതിലുണ്ടായിരുന്നത്. 12ാം ക്ലാസ്സും 11, അതുപോലെ തന്നെ 10, 8, 9 ക്ലാസ്സുകളിലൊക്കെ പഠിച്ച വിദ്യാർത്ഥികളായിരുന്നു ആ 30 വിദ്യാർത്ഥികളും. അതിൽ 8 മുതൽ 12 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷ ഒന്ന് തന്നെയാണ്. പക്ഷേ കട്ട് ഓഫ് 12ാം ക്ലാസ്സിനൊരു സെപ്പറേറ്റ് കട്ട് ഓഫ്, 8 മുതൽ 11ാം ക്ലാസ് വരെ വേറൊരു കട്ട് ഓഫ് അനുസരിച്ച് ഒരൊറ്റ കട്ട് ഓഫിൽ നിന്ന് 8, 9, 10, 11 ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച 2 മിടുക്കന്മാരെ അതിനകത്ത് കാണാൻ സാധിക്കും. അതിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആബേലിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. നമുക്ക് ആബേലിനോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം. കാരണം വരും നാളെയുടെ വാഗ്ദാനങ്ങളാണ്. അവരുടെ പൊട്ടൻഷ്യൽ, അവരുടെ പാഷൻ, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ഡെയിലി റുട്ടീനൊക്കെ അവരിൽ നിന്ന് തന്നെ അറിയുന്നതായിരിക്കും ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഏറ്റവും അഭികാമ്യം. ഓക്കെ അബേൽ, നമുക്ക് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും 30 വിദ്യാർത്ഥികളാണ് താങ്കളുടെ കൂടെ ആർമോയിൽ പാസ്സായിരിക്കുന്നത്. അബേലിനെ കുറിച്ച്, അബേലിൻ്റെ ഫുൾ നെയിം, സ്കൂള്, ക്ലാസ് അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ സാൻജോ CMI പബ്ലിക് സ്കൂളിലാണ് പഠിക്കണേ. അത് കൊടുവേലിയിലാണ്. സാൻജോ, അത് CBC സ്കൂളാണ്. ഓക്കെ, എത്ര സ്റ്റാൻഡേർഡിലാണ്? ഞാൻ 9ാം ക്ലാസ് 9th സ്റ്റാൻഡേർഡിലാണ്. പരീക്ഷ എഴുതിയത് ചേട്ടന്മാരുടെ കൂടെയാണ്. ഓക്കെ ഓക്കെ, അതിലാണ് നമുക്ക് ഇപ്പം ഈ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നമ്മളൊരു തിളക്കമാർന്ന വിജയം നേടിയിരിക്കുന്നത്. എന്ത് തോന്നുന്നു? ആർമയുടെ ആ പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞപ്പം ഈ ഒരു വിജയം, ഈ ഒരു ഒളിമ്പ്യാഡിൽ ഒരു വിജയം, കേരളത്തിൽ നിന്നുള്ള ഈ 37 പേരിൽ ഒരാളായി മാറാൻ സാധിച്ചു. എന്ത് തോന്നി? പെട്ടെന്ന് നമ്മളെക്കൊണ്ട് പറ്റുമായിരുന്നു, അച്ചീവ് ചെയ്യാൻ സാധിച്ചു? എനിക്ക് വളരെ സന്തോഷം തോന്നി. എൻ്റെ പ്രാർത്ഥനയും എൻ്റെ പേരൻസിൻ്റെയും സപ്പോർട്ട് കാരണമാണ് എനിക്ക് ഇത്ര. ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള പേരൻസ് തന്നെയാണ് നിന്നത്. പേരൻസും ഗ്രാൻഡ് പേരൻസും. സോറി, നമുക്ക് അവരും നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ വന്നപ്പോൾ തന്നെ ഏറ്റവും അധികം ശ്രദ്ധിച്ചത് ഗ്രാൻഡ് പേരൻസിൻ്റെ ഉൾപ്പെടെയുള്ള ആ സപ്പോർട്ട് തന്നെയാണ്. അബേൽ പറഞ്ഞു ഏറ്റവും സപ്പോർട്ടീവായിട്ട് പേരൻസ്, ഈ കുടുംബമാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഇവരെയൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്താമോ? ഗ്രാൻഡ് പേരൻസിനെ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഗ്രാൻഡ് പേരൻസിന് തൊട്ട് നമുക്ക് തുടങ്ങാം. എൻ്റെ ഗ്രാൻഡ് ഫാദറാണ്, പേര് ബേബി ജോസഫ് എന്നാണ്. ഇതെൻ്റെ ഗ്രാൻഡ് മദറാണ്, പേര് മേഴ്സി വെമ്പിളിൽ എന്നാണ്. ഇതെന്റെ ഫാദറാണ്, ജസ്റ്റിൻ റാഫേൽ. ഇതെന്റെ മദർ ലാലിസ ജസ്റ്റിൻ. ഓക്കെ, അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ എവിടെയാണ് അച്ഛന്റെ മേഖല? അച്ഛൻ ഒരു ഗ്രാഫിക് ഡിസൈനർ കം ബിസിനസ്മാൻ ആണ്. മുംബൈയിലാണ് അച്ഛൻ ജോലി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മുംബൈ എന്ന് പറഞ്ഞപ്പോൾ ഒരു ചോദ്യം ഞാൻ ഇപ്പോഴാണ് അത് ഓർത്തത്. അബേലിന്റെ സ്കൂളിങ്ങും മുംബൈയിലായിരുന്നു. എത്രാം ക്ലാസ് വരെ മുംബൈയിലുണ്ടായിരുന്നു? ഞാൻ 6th വരെ മുംബൈയിൽ പഠിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ, മുംബൈയിലെ ഏത് സിലബസ് ആയിരുന്നു അവിടെ പഠിച്ചിരുന്നത്? ഞാൻ അവിടെ ICSE സിലബസ് ആയിരുന്നു പഠിച്ചത്. ഓ ശരി ശരി, 6th വരെ ICSE സിലബസ് ആയിരുന്നു. ആ സമയത്തായിരുന്നു കോവിഡിന്റെ കാലഘട്ടം എത്തിയത് അല്ലേ? ഓക്കെ ഓക്കെ, ആ സമയത്താണ് ഒരു ഷിഫ്റ്റ് ഉണ്ടായതും നമ്മുടെ കേരളത്തിലോട്ട് പറിച്ചു നടപ്പെട്ടതും. അമ്മയെ ഒന്ന് പരിചയപ്പെടുത്താമോ, അമ്മയുടെ മേഖലയെയും? അമ്മയുടെ പേര് ലാലിസ ജസ്റ്റിൻ ആണ്. അമ്മ ഒരു ഹോമിയോ ഡോക്ടറാണ്. ശരി ശരി ശരി, ഓക്കെ. അടുത്തായിട്ട് നമുക്ക് ജസ്റ്റിൻ സാറിന്റെ വാക്കുകളിലേക്ക് കേൾക്കാം. അക്കാഡമിക്സിനൊക്കെ അപ്പുറത്ത് ഒരു കുട്ടി, തൻ്റെ കുട്ടി എന്തായി മാറണം, എന്തൊക്കെയാണ് അവന് കൊടുക്കേണ്ട, അവൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, പാഷൻ എന്താണ്, ആറ്റിറ്റ്യൂഡ് എന്താണെന്നൊക്കെ അനുസരിച്ച് ഏത് മേഖലയിലോട്ട് കൈപിടിച്ച് ഉയർത്തണമെന്നൊക്കെ ഏറ്റവും കൂടുതൽ അറിയുന്നത് രക്ഷകർത്താക്കളായിരിക്കും. മുംബൈയിൽ സാറിൻ്റെ ഒരു പ്രവർത്തന മേഖലയൊക്കെ? മുംബൈയിൽ ബിസിനസ് ആയിരുന്നു. പിന്നെ ആബേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെയായിരുന്നു അവൻ്റെ സ്റ്റാർട്ടിങ് സ്കൂൾ. അവിടെ ICSE ആയിരുന്നു പഠിച്ചിരുന്നത്. അതൊരു നല്ലൊരു ബേസ് അവന് കിട്ടിയിരുന്നു. പ്രത്യേകിച്ച് ഒളിമ്പ്യാഡ് എക്സാമൊക്കെ എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആ സ്കൂള് തന്നിരുന്നു. ചെറുപ്പം 1ാം ക്ലാസ് മുതൽ തന്നെ ക്ലാസ്സിൻ്റെ സിലബസിന് പുറമെ എക്സ്ട്രാ ഒളിമ്പ്യാഡ്സിലൊക്കെ
എക്സ്ട്രാ എഴുതിയിരുന്നപ്പോഴും അതെ 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 അപ്പോൾ ഇവന് പ്രത്യേകം അതിൽ താല്പര്യം ഉണ്ടായിരുന്നു. അതിൽ ഒരുവിധം നല്ല ഇന്റർനാഷണൽ റാങ്ക്സും ഇവന് കിട്ടിയിരുന്നു. അപ്പോൾ കൂടുതൽ എഴുതാനുള്ള താല്പര്യം ഇവന് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്ന അവനെ കൂടുതൽ പറയുന്നതിനേക്കാളും കൂടുതൽ തന്നെ ശരി അവര് നമ്മളോടും പറയുമായിരുന്നു കൂടുതൽ എക്സാമുകളെ കുറിച്ചും കൂടുതൽ അറ്റൻഡ് ചെയ്യേണ്ടതിനെ കുറിച്ചൊക്കെ നമ്മളോട് പറയുമായിരുന്നു. ഇപ്പം നമുക്ക് ആർഎംഒയിലാണ് നമുക്കൊരു വലിയ വിജയം നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ഇന്റർനാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിലേക്ക് നമ്മൾ ജനുവരി 19 നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിലൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നു. ഇതിനൊക്കെയുള്ളൊരു തയ്യാറെടുപ്പിനുള്ള സമയം ഇപ്പോൾ സ്കൂള് നന്നായിട്ട് സിലബസ് ഉണ്ട്. അപ്പം ഇതൊക്കെ ആബേൽ തന്നെത്താനാണോ ചെയ്യുന്നത്? നമുക്കൊരു സപ്പോർട്ടീവായിട്ട് എങ്ങനെയാണ് ഒരു അക്കാഡമിക് ലെവൽ മോൻ്റെ? അവൻ ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ബ്രില്യൻറ്റും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ കേരളത്തിൽ റീലൊക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബ്രില്യൻറ്റിനെ പറ്റി കൂടുതലായി അറിഞ്ഞതും. പിന്നെ ഉള്ള വർഷങ്ങളൊക്കെ ബ്രില്യൻറ്റിനോടൊപ്പം തന്നെയാണ് ഇപ്പോഴും. ബ്രില്യൻറ്റ് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ആർഎംഒ പോലുള്ള എക്സാംസിനും പിന്നെ BSO പോലെയുള്ള ബ്രില്യൻറ്റ് നടത്തുന്ന എക്സാംസും. കഴിഞ്ഞ വർഷം ഇവന് 3rd റാങ്ക് ഉണ്ടായിരുന്നു. ശരി നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ വിക്ടറി ഡേയുടെ വേദിയിൽ അബേലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഈ ഒരു ഇതിൽ സ്കൂൾ നമ്മുടെ സാൻജോ സ്കൂളും നമ്മുടെ കൂടെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം ആ സ്കൂളും ആ ഫാക്കൽറ്റീസും ഒക്കെ എത്രത്തോളം നമുക്ക് സപ്പോർട്ടീവാണ്? തീർച്ചയായും നമ്മൾക്ക് ഇവിടെ റീലൊക്കേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ കൺസേൺ കേരളത്തിൽ വന്നപ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു കൺസേൺ അവിടെ പോലെ ഒളിമ്പ്യാഡ് എക്സാംസ് ഇവിടെ എത്രമാത്രം ഇവിടുത്തെ സ്കൂൾ മാനേജ്മെന്റ് എന്റർടൈൻ ചെയ്യുമെന്ന് നമുക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ള കൊടുവേലി CMI സ്കൂളിൽ അവിടുത്തെ പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ അച്ഛനെ പോയി കണ്ടപ്പോൾ അച്ഛൻ വളരെയധികം നമ്മളെ വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്യാം, ഒളിമ്പ്യാഡ് എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഹെൽപ്പായി നമുക്ക്. ശരി ആബേലിൻ്റെ അമ്മയെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണ് ഈ ഒരു വളർച്ചയിൽ ഒപ്പം നിന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചറിയാം. മാം, നമുക്ക് സ്കൂൾ തലം മുതൽ ഇപ്പോൾ പറഞ്ഞു മുംബൈയിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഈ എക്സ്ട്രാ ആയിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. മോൻ അതിനകത്ത് നന്നായിട്ട് തിളങ്ങുന്നുണ്ട്. കുട്ടിക്കാലം തൊട്ടുള്ള ഈ ഒരു ആബേലിൻ്റെ വളർച്ചയെ എങ്ങനെയാണ് സപ്പോർട്ടീവായിട്ട് നിൽക്കാൻ സാധിച്ചത്? സ്കൂളിൽ മാത്രമല്ല എക്സ്ട്രാ എക്സാംസും ഒക്കെ ആബേൽ സ്കൂളിലത്തെ തന്നെ ക്വിസുകളും സെൽബി കോമ്പറ്റീഷൻസ് ഒക്കെ വരുമ്പോൾ ആബേൽ നന്നായി ചെയ്തിരുന്നു. അപ്പോൾ ആബേലിൻ്റെ ക്ലാസ് ടീച്ചർ തന്നെ സജസ്റ്റ് ചെയ്തു ആബേലിനെ കൊണ്ട് ഒത്തിരി ഒളിമ്പ്യാഡ്സ് പോലുള്ള എക്സ്ട്രാ എക്സാംസ് ഒക്കെ എന്തായാലും എഴുതിക്കണം, അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കൂടുതൽ ഒളിമ്പ്യാഡ്സ് എഴുതിക്കാൻ തുടങ്ങിയത്. എഴുതി തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ആബേലിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പൊ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും ആബേല് ഇല്ല, എനിക്ക് മാക്സിമം ഒളിമ്പ്യാഡ്സ് എഴുതണം എന്നൊരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. ആ സമയത്ത് ഏതെങ്കിലും പർട്ടിക്കുലർ ഒരു സബ്ജക്റ്റിനോട് പ്രത്യേകിച്ച് താല്പര്യം കൂടുതലായിട്ട് കാണിക്കുന്നുണ്ടോ? സയൻസ് അല്ലെങ്കിൽ മാത്സ്, അങ്ങനെ ഒരു പ്രത്യേക സബ്ജക്ട് മുതലേ സയൻസ് മാത്സ് ആണ് ആബേലിന് ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്ട്സ് ആയിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ താല്പര്യമായിരുന്നു. അപ്പോൾ ചെറിയ ഓരോ സയൻസ് ഒക്കെ ആണെങ്കിലും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓഷ്യനിലെ കുറച്ച് സംഭവങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ ആബേൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചെറിയ ചിൽഡ്രൻസ് എൻസൈക്ലോപീഡിയ അങ്ങനെയൊക്കെ കണ്ട് കൂടുതൽ അതിനെപ്പറ്റിയുള്ള അറിവുകൾ ആ സമയത്ത് അവനവന്റെ അക്കാഡമിക് ബുക്കുകളെക്കാളും കൂടുതലുള്ള ബുക്കുകൾ റെഫർ ചെയ്യുന്നതും അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം പറയുന്നത് ശ്രദ്ധിച്ചിട്ടുള്ളൊക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആബേലിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്സ് ഒക്കെ സെലക്ട് ചെയ്യലും അങ്ങനെ കൂടുതൽ ആനിമൽസ് ഒക്കെ ഒരു സമയത്ത് തീരെ ചെറുതായിരുന്നപ്പോൾ ഭയങ്കര ക്രേസ് ആയിരുന്നു, അതിന്റെ ഡീറ്റെയിൽസ് പഠിക്കുക അങ്ങനെ. പിന്നെ വലുതായപ്പോൾ ഇൻട്രസ്റ്റുകൾ കൂടുതൽ മാറി വന്നു. എന്നാലും സയൻസ് മാത്സ് ആണ് ആബേലിന്റെ ഫേവറേറ്റ് സബ്ജക്ട്സ്. എങ്ങനെയാണ് ബ്രില്യന്റിലോട്ട് എത്തിച്ചേരുന്നത് ഈ ഒരു കുടുംബം? കേരളം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു മെയിൻ കോച്ചിങ് സെന്റർ ആണല്ലോ ബ്രില്യന്റ്. ഞാൻ പഠിച്ചതും ബ്രില്യന്റിലാണ്, എന്റെ ബ്രദർ പഠിച്ചതും ബ്രില്യന്റ് ആണ്. അപ്പൊ നമുക്ക് ബ്രില്യന്റിനെ പറ്റി നല്ല നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പല്ലേ? കാലഘട്ടത്തിലാണ് ഞാൻ ബ്രില്യന്റിൽ പഠിച്ചിരുന്നത്. പിന്നെ എന്റെ ബ്രദർ പഠിച്ചിരുന്നു 2000 ആ കാലഘട്ടത്തിൽ. ബ്രില്യന്റിന്റെ വളർച്ചയിൽ എപ്പം തന്നെ ഈ കുടുംബം കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ശരി, അത് എത്രത്തോളം കൂടുതൽ സപ്പോർട്ടീവായി? കാരണം 8-9 കടന്നു പോകുന്നത്, അപ്പൊ അത് എത്രത്തോളം സപ്പോർട്ടീവായി? എന്തായാലും നമ്മളൊരു റെഗുലർ CBSE ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ പ്ലസ് ഒരു കോച്ചിങ്ങും കൂടെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒളിമ്പ്യാഡുകളും അതുപോലത്തെ വേറെ JEE NEET അങ്ങനത്തെ ഡ്രീംസ് ഒക്കെ ഒന്ന് എത്തിപ്പിടിക്കാൻ തീർച്ചയായിട്ടും ഈ കോച്ചിങ് സെന്ററുകളാണ് കൂടുതൽ സഹായിക്കുന്നത്. ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാമിന്റെ ഒക്കെ നമുക്കൊരു സിലബസ് നോക്കുമ്പോൾ ശരി മാം പറഞ്ഞ തൊട്ടടുത്ത ലെവലിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതേ തരത്തിൽ ഇതുപോലുള്ള കുട്ടികൾക്ക് ഏറ്റവും അധികം നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണത്. അതുകൊണ്ട് അവർക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവൾ ഓൾറെഡി അവരുടെ സയൻസ് മാത്സ് ഒക്കെ ഓൾറെഡി സ്ട്രോങ് ആണ്. സ്കൂളിലത്തെ ഒരിക്കലും അവർക്ക് അതുകൊണ്ട് ഒരു ഭാരമായിട്ട് തോന്നില്ല. പിന്നെ നെക്സ്റ്റ് ഇയറിലെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പിന്നെ അവർക്ക് ന്യൂ കൺസെപ്റ്റ്സ് ഒക്കെ കിട്ടുക. അപ്പൊ അവർക്കതൊരു ബുദ്ധിമുട്ടേ അല്ല. ശരി, ഇപ്പം ജനുവരി 19 INMO നടക്കുന്നു. അതിനോട്ടുള്ളൊരു തയ്യാറെടുപ്പുകൾ ഇനി ഏത് തലത്തിലായിരിക്കും?
അതിപ്പോൾ ആബോയിൽ അതിനുള്ള പ്രിപ്പറേഷനിലാണ്. അതിന്റെ കൂടെ സ്കൂളിലത്തെ ആനുവൽ എക്സാം ഉണ്ട്, വേറെ കുറച്ച് ഒളിമ്പിയാഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും ടൈം ഡിവൈഡ് ചെയ്ത് വലിയൊരു യാത്രയുടെ തുടക്കം മാത്രമാണിത്. വരും നാളുകളിൽ ബ്രില്യൻറ്റിൻ്റെ, കേരളത്തിൻ്റെ, എന്തിന് ഇന്ത്യയുടെ തന്നെ അഭിമാനമായി മാറേണ്ട ആബേലാണ് നമുക്ക് മുമ്പിലുള്ളത്. നമുക്കുറപ്പുണ്ട്, ആ ഇച്ഛാശക്തിക്ക് മുമ്പിൽ, ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥനകൾക്ക് മുമ്പിൽ നമുക്കും ആഗ്രഹിക്കാം, നമുക്കും അനുമോദിക്കാം ഈ കുടുംബത്തിനെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.